ആരോഗ്യമന്ത്രി സ്ഥലത്ത് നിന്ന് പ്രവർത്തനത്തിന് നേതൃത്വം നൽകില്ല. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, മുമ്പ് 2018 അന്ന് ഈ രോഗം പടർന്നു പിടിച്ചിരുന്നു. അതുകൊണ്ടാണ് അന്നത്തെ ആരോഗ്യമന്ത്രി ഇവിടെ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനം നടത്തുന്നത്. ഇന്നിപ്പോൾ നിങ്ങൾക്കറിയാം, ഷിഗല്ല രോഗമുണ്ട്. ഇവിടെ ആ പേഷ്യൻറ്റിനെ അഡ്മിറ്റ് ചെയ്യുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ ഇവിടെ ചർച്ച ചെയ്തിട്ടാണ് പോയത്. മാത്രമല്ല, ഒരു സെൻട്രലൈസ്ഡ് പ്രവർത്തനങ്ങൾക്ക് കുറേ കൂടെ സൗകര്യം തിരുവനന്തപുരമാണ്. കാരണം കോവിഡും അല്ല, ഇത് മാത്രമല്ല, നിപ മാത്രമല്ല, നിപ വ്യാപിച്ചിട്ടുമില്ല. നിപയുടെ കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്തത് ഞാൻ അന്ന് തന്നെ മടങ്ങിയെത്തിയാണ്. പക്ഷേ ഈ ഒറ്റ കേസേ ഉണ്ടായിട്ടുള്ളൂ, കൂടുതലെല്ലാം നെഗറ്റീവാണ്. അപ്പോൾ കുറേ കൂടെ സൗകര്യം തിരുവനന്തപുരമാണ് എന്നുള്ള ധാരണയിൽ അപ്പോൾ DMEനി, ഹെൽത്ത് അഡീഷണൽ സെക്രട്ടറി, ഹെൽത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറി, DHS ഇവരെയൊക്കെ കോർഡിനേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. കളക്ടർമാരുമായിട്ട് ഞാൻ 2 കോൺഫറൻസ് നടത്തി തിരുവനന്തപുരത്ത് എൻ്റെ ഓഫീസിൽ. അപ്പോൾ എല്ലാം സ്റ്റേബിളാണ് റിപ്പോർട്ട് അനുസരിച്ച്.